പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് BJPയുടെ കുന്നത്തുനാട് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഒരു ഭീഷണി സ്വരമൊക്കെ ആയിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഭീഷണി പറയുന്നത് സാബു എം ജേക്കബിനെതിരെയാണ്. കാരണം 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുറച്ച് കുതിച്ചുചാട്ടം നടത്തുമെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോ ആ ഒരു സമയത്ത് തന്നെ നീ വെറും കീടമാണ്, നീ ഒരു നീർക്കുമ്പളയാണ്, നിന്റെ ബലൂണിനെ ഞങ്ങൾ പൊട്ടിച്ചു വിടും, പിന്നെ ED വന്ന് നിന്റെ എല്ലാ സാമ്രാജ്യങ്ങളും പൂട്ടും, കിറ്റെക്സ് എന്ന് പറയുന്ന സാമ്രാജ്യം തന്നെ പൂട്ടി താക്കോൽ എടുത്തോണ്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഈ മിണ്ടിയാൽ ED പറഞ്ഞാണ് BJP പേടിപ്പിക്കുന്നതെന്ന് പൊതുവേ ഒരു ആരോപണം BJPക്കെതിരെ പലരും ഉന്നയിക്കുന്നുമുണ്ട്. ഈ നേതാവിന്റെ വാക്കുകൾ എല്ലാ നേതാക്കന്മാരുടെ വാക്കുകളായിട്ട് എടുക്കുന്നില്ല എങ്കിൽ പോലും ഇദ്ദേഹവും പറയുന്നത് ED വരും, നിന്റെതെല്ലാം കൊണ്ടുപോകും എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ വെറുതെ കിടക്കുന്ന EDയെ ഈ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിട്ട് ഇങ്ങനെ ഭരിക്കുന്നത്? ഇപ്പൊ BJP ഭരിക്കുന്നെങ്കിൽ BJPയുടെ കയ്യിലെ ചട്ടുകമാണെന്ന് പറയിപ്പിക്കുന്നത് എന്തിനാണ്? അല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ കയ്യിലെ ഒരു ഉപകരണമാണ്. നമ്മൾ ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് ആപ്പിൻ്റെ നേതാക്കളെയൊക്കെ പിടിച്ച് ആപ്പിലാക്കിയത് നമ്മൾ കണ്ടായിരുന്നു. അതിൻ്റെ ഫലമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ BJP എന്താണോ ആഗ്രഹിച്ചതെന്ന് അതേപോലെ അവിടെ അധികാരം കൈയാളാനായിട്ട് കഴിയും. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം BJP 2020 സഹകരിക്കും, അല്ലെങ്കിൽ അവർ സഖ്യമുണ്ടാകും. NDAയിലെ ഒരു സഖ്യകക്ഷിയായിട്ട് 2020 മാറും എന്നായിരുന്നു പൊതുവെ രാഷ്ട്രീയ കാലാവസ്ഥ പ്രവചിച്ചിരുന്ന ആളുകളെല്ലാം പ്രഖ്യാപിച്ചിരുന്നത്, അല്ലേ? കുറച്ച് ദിവസം മുമ്പ് അങ്ങനെയാണ് നമ്മൾ കേട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ നിറയൊഴിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് മാറിയ ചില സമവാക്യങ്ങളുടെ പ്രശ്നമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാബു എന്താ ചെയ്തിരുന്നത്? സാബു എല്ലാവരും ഭീഷണിപ്പെടുത്തുന്ന ഒരുത്തനായി. വളരെയധികം പണം അയാളുടെ കയ്യിലുണ്ട്. ആ പണം അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന് വിജയിക്കാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നത് ഈ 2020 ഒരു ക്ലൈമാക്സ് കഴിഞ്ഞു എന്നുവെച്ചാൽ ഇനി നമ്മൾ ഈ സാബുവെക്കുറിച്ചും 2020 ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാബുവും 2020 താഴോട്ട് ഇറങ്ങുന്നത് എന്ന കാഴ്ചയായിരിക്കും നമ്മളിനി കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ 2020 കഴിയില്ല എന്നുള്ള കാര്യം 2020 മുട്ടി ഒപ്പം പോകാൻ ആഗ്രഹിച്ചിരുന്ന പ്രൊഫഷണലുകളുണ്ട്. ഇതിൽ വന്ന ഒരുപാട് ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ അവരെല്ലാം തന്നെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ചിലർ റിട്ടയർഡാണ്, ചിലർ ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവർക്ക് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവർ കരുതിയ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് 2020 ഉണ്ടാക്കി കൊടുക്കും എന്നാണ് കരുതി. പക്ഷേ 2020 കുറച്ച് നാളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് 2020 എന്താണ് എന്നും 2020 എവിടം വരെയാണ് പോകാൻ പറ്റുന്നതെന്നും എന്താണ് അതിൻ്റെ പരിമിതികളെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് എന്ത് രാഷ്ട്രീയമാണ് 2020 നമ്മുടെ മുന്നിൽ വെക്കുന്നത്? ഒരു രാഷ്ട്രീയവും അവൻ്റെ അടുത്തില്ല. അവിടെ അവൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കുറേ പണം എന്ന് പറയുന്നത് സർക്കാരിലെ ടാക്സ് അടക്കുന്നതിന് പകരമായിട്ട് അത് സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് ഡയറക്റ്റ് ചെയ്ത് വിട്ട് ആ പണം കൊണ്ട് കുറേയധികം ആളുകളെ സ്വാധീനിക്കാനും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും കഴിഞ്ഞു എന്നതിനപ്പുറം വേറെ എന്ത് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത്? ഒന്നും മുന്നോട്ട് വെക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ചില വാർഡുകൾ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ശേഷിയും സാബു എന്ന് പറയുന്ന ഈ മുതലാളിക്കില്ല. അയാളൊരു മുതലാളി മാത്രമാണ്, പക്ഷെ അഹങ്കാരിയാണ്. ആ 2020 പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ CSR ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തിയിരുന്നത്. അത് കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതായിട്ടുള്ള ടാക്സ് വഴിതിരിച്ചു വിടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അതിനുവേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ബേസിസും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ സാബു എന്ന് പറയുന്ന മുതലാളി. അവൻ നല്ല ബിസിനസ്സുകാരാണ്, ബിസിനസ് നടത്തട്ടെ. അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് എന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കിഴക്കമ്പലം എന്ന് പറയുന്ന ആ പ്രദേശത്തിനപ്പുറത്തേക്ക് ഈ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എന്താണ് പ്രസക്തികൾ? കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ നിർത്തി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഓരോ സ്ഥലത്തും വണ്ടിയിൽ ആളുകളെ കൊണ്ട് നടക്കും. വൈകുന്നേരം സമയത്ത് അവർക്ക് 600 രൂപ 700 രൂപ കൊടുത്ത് വിടും. എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവൻ നടത്തുന്നത്? ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു
പൊതുസമൂഹം എന്നുള്ളതാണ്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതേണ്ട മഹാപ്രസ്ഥാനമാണ്, കേരളത്തിൻ്റെ രക്ഷ ഉയർപ്പ് എന്ന് പറയുന്നത് 2020 എന്നൊക്കെ പ്രചരിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് പോലും നാണം വന്നിട്ട് ആ പ്രചരണം അവർ നിർത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഏത് പ്രസ്ഥാനത്തിനും ചില തുടിപ്പുകൾ അല്ലെങ്കിൽ ആ ആരംഭത്തിൽ ഉണ്ടാകുന്ന ചില ആവേശവും മറ്റും ഒക്കെ ആഹ്ലാദകരം എന്ന് ആളുകൾക്ക് തോന്നിയേക്കാം. ആ തോന്നൽ 2020ക്കും ഉണ്ടായിരുന്നു. ആ തോന്നലിൻ്റെ കാലം കഴിഞ്ഞു. അങ്ങനെ 2020 പതുക്കെ ഇറങ്ങാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് BJPയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇതിനെ ശരിപ്പെടുത്താം, ED കൊണ്ട് ഞാൻ നിന്നെ ഇടിക്കൂട്ടിൽ കയറ്റും എന്നെല്ലാം പറഞ്ഞ് വിരട്ടുകയാണ് ചെയ്യുന്നത്. ആ വിരട്ടൽ എന്ന് പറയുന്നത് BJPയുടെ കേന്ദ്ര ഭരണകൂട സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം 2 ആഴ്ച മുമ്പ് നടന്ന ചർച്ചകളിലൊക്കെ NDAയുടെ ഒരു പാർട്ടായിട്ട് 2020 മാറാൻ പോകുന്നു, അത്ഭുതമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് BJPയുടെ ഒരു സെക്ഷൻ ലീഡേഴ്സ് 2020യുമായിട്ട് ബി ടീം എന്നാണ് പറയുന്നത്. ബി ടീമാണ്. എ ടീമിന് പ്രശ്നമില്ല, ബി ടീമിനാണ് പ്രശ്നം. അതെ, എ ടീം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, 2020യുമായിട്ട് സഹകരണം ഉണ്ടാക്കി ആ പ്രദേശത്തും പറ്റുമെങ്കിൽ ഒരു നിയമസഭാ നിയമമണ്ഡലം എന്ന് പറയുന്നത് സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ആലോചനയാണ് എ ടീം. ബി ടീം അങ്ങനെയല്ല. ബി ടീം നേരിട്ട് സാബുമായിട്ട് മുട്ടിക്കഴിഞ്ഞപ്പോഴാണ് സാബു ഒരു മുട്ടിയാണ് എന്നവർക്ക് മനസ്സിലായത്. അങ്ങനെ ഇവനെ ശരിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ അട്ടഹാസങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സാബുവിന്റെ കിറ്റേക് സാമ്രാജ്യത്തിൽ 12 തവണ CPM അല്ലെങ്കിൽ പിണറായിയുടെ പോലീസ് റെയ്ഡ് നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സാബുവും ജേക്കബ് എന്ന് പറയുന്നത് CPMന്റെ കണ്ണിലെ കരടാണ്. കാരണം ഒരു വ്യവസായ സൗഹൃദ നാടല്ല കേരളം, സംസ്ഥാനമല്ല കേരളം എന്ന് കുറെ ആൾക്കാരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് സാബു ഇവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷമാണ് ഈ ആന്തൂർ സാജന്റെ മരണമൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരം ഒരു നെഗറ്റിവിറ്റി കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു സാബുവിലൂടെ എന്നുള്ളത് ചില ആരോപണങ്ങൾ ചിലർ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ BJPയും സാബുവിനെതിരെ തിരിഞ്ഞിരിക്കുമ്പോൾ ഒരു വിഭാഗം പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ, CJP എന്ന് പറയുന്നത് ശരിയല്ലേ? കാരണം CPM എതിർക്കുന്നവരെ അതുപോലെ BJPയും എതിർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു എതിർപ്പ് മാത്രമാണോ BJPക്ക് സാബുവിനോടുള്ളത്? അല്ല, സാബുവിന് ആരാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാബുവിനൊപ്പം നിൽക്കാനായിട്ട് പറ്റില്ല. കോൺഗ്രസ് നിൽക്കുന്നുണ്ടോ? ഇല്ല. BJP നിൽക്കുന്നുണ്ടോ? ഇല്ല. CPM നിൽക്കുന്നുണ്ടോ? നിൽക്കില്ല. കാരണം വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഇവരുടെ രാഷ്ട്രീയ ആധിപത്യത്തിനെ അദ്ദേഹം വെല്ലുവിളി ഉയർത്തി എന്നുള്ളതാണ്. അവരെല്ലാം ഈ ഇദ്ദേഹത്തിനെതിരായിട്ട് മാറിത്തരുന്നു. CPM എന്താണ് സാബു ജേക്കബും തമ്മിൽ എന്താണ് പ്രശ്നം? ഈ സാബു ജേക്കബിൻ്റെ അപ്പൻ ജേക്കബിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിൽ CPMൻ്റെ പങ്ക് എത്ര വലുതായിരുന്നു. തിരിച്ച് CPMനും ഈ ജേക്കബ് എന്ന് പറയുന്ന മുതലാളി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പരസ്പരം സഹായിച്ച് വളർന്ന സംവിധാനമായിട്ടാണ് അതിനെ പൊതുവെ വിലയിരുത്തുന്നത്. ഇപ്പോൾ CPMൻ്റെ സഹായം കൊണ്ട് മാത്രം വളർന്നു വരുന്നതാണ്. പക്ഷേ വളരെ ധിക്കാരപരമായിട്ട് ഇയാൾക്ക് പിണറായി വിജയനെതിരെ സംസാരിക്കാനായിട്ട് കഴിഞ്ഞു. അല്ലേ, ഇനി എന്നെ റെഡി ചെയ്താൽ മാളെ പിടിച്ച് ജയിലിലിടും എന്ന് പറയുന്ന ഒരുത്തൻ നമ്മളൊക്കെയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കരണമടിച്ച് താഴെ ഇടുമായിരുന്നു. പക്ഷേ പിണറായിക്ക് അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ ബന്ധങ്ങൾ അതിനിടയ്ക്ക് വേണമെങ്കിലും ഉണ്ടാകാം. ഇത് കച്ചവടമാണ്, മൊത്തം കച്ചവടമാണ്, പണത്തിൻ്റെ ഒഴുക്കിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മാത്രമായിരിക്കാം അദ്ദേഹം ഭയന്ന് പിന്മാറിയതുപോലെ പിന്നീട് കിറ്റെക് സാബുവിനെതിരായിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും നമ്മളിപ്പോൾ കേൾക്കുന്നില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് ശരിയാണ്, CPM അവരും തമ്മിൽ പലതരം ഇടപാടുകൾ. അവിടെയും എ ടീം ബി ടീം ഉണ്ട്. ബി ടീം എതിരാണ്. നാട്ടിലുള്ള എല്ലാ CPMകാരും ഇവനെതിരാണ്. പക്ഷേ എ ടീം എന്ന് പറഞ്ഞാൽ ഇവനുമായിട്ട് ചങ്ങാത്തത്തിലാണ്, ഇവനുമായിട്ട് പണമിടപാടുകളുണ്ടാകും. അത് BJPക്കും ഉണ്ടാവും, കോൺഗ്രസിനും ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഇവനവർക്കൊക്കെ മുതലാളിമാർക്ക് കുറേ ഈ മുതലാളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കകത്തുള്ള മുതലാളിമാർക്ക് കുറേശ്ശെ കാശ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആ പാർട്ടിയിലെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, അവരാണ് നമ്മുടെ ബി ടീംകാർ. BJPയുടെ ബി ടീം ആയാലും CPMൻ്റെ ബി ടീം ആയാലും കോൺഗ്രസിൻ്റെ ബി ടീം ആയാലും അവരായിട്ട് അടിയാണ്. കാരണം അവരൊന്നും നോക്കില്ല. കാരണം എന്താ, നിന്റെ തന്തയ്ക്ക് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മിണ്ടരുത എന്നാണ് ഈ നേതാക്കന്മാരെ കുളിച്ചിട്ട് ഇയാൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുത്ത് അവൻ നേടിയിരിക്കുന്നതായിട്ടുള്ള ഹുങ്കിൻ്റെ അഹങ്കാരത്തിൻ്റെ ശബ്ദം അത് ബി ടീമിലേക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ബി ടീമിലേക്ക് ചെല്ലുമ്പോഴാണ് ബി ടീം ഇയാൾക്കെതിരെ വാളോങ്ങുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിന് എങ്ങനെ പ്രസക്തമായി തീരും എന്ന് പരിശോധിച്ചാൽ അത് ഒരിക്കലും കേരളത്തിന് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളതാണ്, രാഷ്ട്രീയമില്ല.
ഒരു ജനതയുടെ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ അതൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വളരെ വികസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത്തരം ഒരു പ്രത്യയശാസ്ത്രമില്ലാത്ത, ഏതാണ്ട് തൻ്റെ കമ്പനി പ്രവർത്തിക്കുന്ന പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുടെ അടുക്കള ഭംഗിയാക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥം കൊടുക്കുന്നതിനും CSR ഫണ്ട്, അതും വലിയ തട്ടിപ്പാണ്. സർക്കാരിന് കൊടുക്കേണ്ടതായിട്ടുള്ള നികുതി പണമാണ് അത് വേറെ രീതിയിൽ സേവന രംഗത്തേക്ക് വഴിതിരിച്ചു വിടുകയും ആ സേവന രംഗത്ത് അങ്ങനെ പണം വഴിതിരിച്ചു വിടുന്നതിൻ്റെ ഫലമായി കിട്ടുന്നതായ മെച്ചം മുഴുവനും തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അയാൾ മാറിത്തീർന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്ററും മറ്റുമായിട്ട് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള എന്നാണ് വിമർശനമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2020 എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം കൂട്ടായ്മ എന്നുള്ളതാണ്. അത് കുറേ കൂടി അതാണ് ശരി. ആ കൂട്ടായ്മ പതുക്കെ ഇറങ്ങാൻ തുടങ്ങുന്നു, ഇടിയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടക്കുന്ന തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രകടനം കഴിഞ്ഞ തവണത്തെ പ്രകടനത്തേക്കാൾ മോശമാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.